നമ്മളുടെ മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് എന്നെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അല്ലെങ്കിൽ അതെന്താണ് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയണോ? എങ്കിൽ മരണ വീടുകളിൽ മറ്റുള്ളവർ മരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. മര പല മരണ വീടുകളിലും ചെല്ലുമ്പോൾ നാം കണ്ടിട്ടില്ലേ, അന്നേ വരെ ആ വ്യക്തിയെ കാണാൻ വരാതിരുന്ന പലരും അന്ന് ആ വ്യക്തിയെ കാണാനായി വരും. എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്നും വണ്ടി പിടിച്ചു, മറ്റു ചിലർ ഫ്ലൈറ്റ് കയറിയും ആ വ്യക്തിയെ കാണാനായിട്ട് വരും. എന്നാൽ ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ഇവരാരും സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവരാ. ഇവർ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ആ വ്യക്തിയെ കാണാൻ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ചയാണ്, മരിച്ച വ്യക്തിയുടെ സമീപത്തിരുന്ന് അനേക വ്യക്തികൾ അലമുറയിട്ട് കരയുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലരും അവിടെ വരുമ്പോൾ ആ കരച്ചിലിൻ്റെ ആഘാതം വളരെ വലുതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശവസംസ്കാര ശുശ്രൂഷ സമയങ്ങളിൽ ഈ കരച്ചിൽ വളരെയേറെ കൂടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വ്യക്തിയെയും കൊണ്ട് ശവമടക്കുവാൻ വേണ്ടി കടന്നു ചെന്ന് കഴിയുമ്പോൾ അവസാനമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ വ്യക്തിയുടെ മുഖത്ത് തുണിയിട്ടിട്ട് അനേക വ്യക്തികൾ വന്ന് മുത്തം കൊടുക്കുന്നത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ജീവിച്ചിരുന്നപ്പോൾ ആരും ഈ വ്യക്തിക്ക് ഒരു മുത്തം പോലും കൊടുത്തു കാണുകയില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ മുഖത്തേക്ക് തുണികളിട്ട് ഓരോരുത്തരായി മുത്തം കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിയെ കുഴിയിലേക്ക് അടക്കം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ വലിയ നിലവിളികളും ഒച്ചപ്പാടുകളും നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ. എന്നാൽ ആ വ്യക്തി കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടിക്കഴിയുമ്പോൾ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ ഒച്ചപ്പാടുകളെല്ലാം നിലയ്ക്കും, അവിടം ശാന്തമാകും. ഇനി അടുത്തത് എന്താണെന്നറിയാമോ? അടുത്തത് തൊട്ടപ്പുറത്തായിട്ട് എല്ലാവർക്കും ചായയും പലഹാരങ്ങളും വിതരണം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും വന്ന് ചായയും പലഹാരങ്ങളും കഴിച്ച് കുശലാന്വേഷണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. എപ്പം വന്നു, എങ്ങനെ പോകും, അവരൊന്നും വന്നില്ലേ, എന്താണ് അവർ വരാതിരുന്നത്, ഇങ്ങനെ കുശലാന്വേഷണം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകും. മരിച്ച വ്യക്തിയുടെ ബന്ധുമിത്രാദികളും മറ്റംഗങ്ങളും ഭവനങ്ങളിലേക്ക് വരും. ഏതാനും ദിവസങ്ങൾ ഭവനത്തിൽ മൂകത കാണും. അത് കഴിയുമ്പോൾ എല്ലാവരും അവരവരുടെ ജോലിക്കായിട്ട് പോകാനായിട്ട് തുടങ്ങും. പതിയെ പതിയെ മരിച്ച വ്യക്തിയെ എല്ലാവരും മറന്നു തുടങ്ങും. എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പോകും. ഇത് മരിച്ച വ്യക്തിയെ കുറിച്ച് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ നമ്മളും മരിച്ചാൽ സംഭവിക്കുന്നത്. കാരണം എല്ലാവരും ഉണ്ട് എന്നുള്ളത് നമ്മുടെ വെറും തോന്നലാണ്. നമ്മൾ മാത്രമാണെന്നുള്ളതാണ് യഥാർത്ഥ സത്യം. കാരണം നമ്മൾ തന്നെ വന്നു, തന്നെ ഇവിടെ നിന്ന് കടന്നു പോകുന്നു. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം സൽക്കർമ്മങ്ങൾ ചെയ്യുക. നിന്റെ കൂടെ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമേ വരൂ. ബാക്കി എല്ലാവരും കുഴിമാടം വരെ വന്ന് അവിടെയാക്കി തിരിച്ചു പോകും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ മരണത്തിൽ സംഭവിക്കുന്നതൊക്കെ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നാണ് എന്ന് നമുക്ക് കാട്ടിത്തരികയാണ് ഓരോ വ്യക്തികളുടെയും മരണം എന്ന് പറയുന്നത്. അപ്പോൾ മരണാനന്തരം മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നോ അത് തന്നെ എൻ്റെയും ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മങ്ങൾ മാത്രം നമ്മുടെ കൂടെ വരികയുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.